السلام عليكم ورحمة الله وبركاته. معكم الأخ عبد الله أحمد الخالدي من المملكة العربية السعودية الأحساء بالعيون. جيت هنا المستشفى كيم شريان والتقيت مع الدكتور فارس وأجرى علي الفحوصات الأولية، ثم أعطاني طريقة العلاج، والحمد لله كان العلاج ما شاء الله كان يعني أجرى لي العمليات والحمد لله تمت بنجاح. وطبعا ما شاء الله يعني الخدمة من الدرجة الأولى، عسى ما نضرب الجرس إلا هم موجودين بدون لا نتكلم، يعني على طول الممرضات وسناتا وكل الدكاترة والممرضات كلهم على طول مجتهدين لنا أول بأول، النظافة أول بأول، كذلك المطعم ما شاء الله طبخهم زين، لأن الخدمة كلها الخدمة ما شاء الله كان كلها طيبة. نشكر الله سبحانه وتعالى على إتمام الصحة والعافية، ثم نشكر الدكتور فارش وجميع المسؤولين. سلامتكم. നമ്മളിപ്പോൾ കണ്ട പേഷ്യൻ്റ് മിസ്റ്റർ അബ്ദുള്ള അഹമ്മദ് സൗദി അറേബ്യയിൽ നിന്ന് വന്ന് നമ്മൾ KMC ഹോസ്പിറ്റലിൽ സർജറി ചെയ്യാനായിട്ട് വന്ന പേഷ്യൻ്റാണ്. സർജറി കഴിഞ്ഞാണ് ഉള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. മെയിനായിട്ട് അദ്ദേഹം വന്നത്, അദ്ദേഹത്തിന് ഒരുപാട് കാരണം, ആക്ച്വലി ഇവരൊക്കെ ഒരു സൗദിയിൽ നിന്ന് വരുമ്പം കുറേ വിഷമങ്ങളുമായിട്ടായിരിക്കും വരുന്നത്. അപ്പം അദ്ദേഹം വന്നത് ഒരു പൊക്കിളിൻ്റെ അവിടെ ഒരു ഹെർണിയ ഉണ്ടായിരുന്നു, താഴെ കാലിൻ്റെ ഇടുക്കിൽ 2 ഹെർണിയ, അതുപോലെ തന്നെ വാരിക്കോസീൽ എന്ന് പറയുന്ന വിഷമം ഉണ്ടായിരുന്നു, കാലിൽ വാരിക്കോസ് വെയിൻസും ഉണ്ടായിരുന്നു. അപ്പം നമുക്കെപ്പോഴും ഒരു കൺസേൺ ആയത് അത്രയും ഇഷ്യൂസ് ഒറ്റ സർജറി എന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കര കൺസേണാണ്. ബട്ട് സ്റ്റിൽ അദ്ദേഹത്തിന് ട്രാവൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല, വന്ന് ഇത് കറക്റ്റ് ചെയ്തിട്ട് പോകണം എന്നുള്ളൊരു ഇതിലാണ് വന്നത്. അപ്പം നമ്മളത് ഓഫർ ചെയ്ത ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ലാപ്രോസ്കോപ്പി ആയിട്ട് പൊക്കിളിൻ്റെ ഹെർണിയ റിപ്പയർ ചെയ്തു, മെഷ് നെറ്റ് ഇട്ടിട്ട് റിപ്പയർ ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ കാലിൻ്റെ താഴെ ഇടുക്കിന് വരുന്ന 2 ഹെർണിയാസും അതിൻ്റെ കൂടെ തന്നെ കറക്റ്റ് ചെയ്തു. അതേപടി തന്നെ നമുക്ക് ലാപ്രോസ്കോപ്പിയുടെ തന്നെ വൃഷ്ണത്തിലോട്ടുള്ള വാരിക്കോസീൽ എന്ന് പറയുന്ന അസുഖം ട്രീറ്റ് ചെയ്തു. വാരിക്കോസ് വെയിൻസിന് നമ്മൾ ചെറിയ സ്ക്ലീറോതെറാപ്പി, അതിന് മേജർ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷനൊക്കെ ഓൾറെഡി ചെയ്തൊരു പേഷ്യൻ്റ് ആയിരുന്നു. കാരണം ലാസ്റ്റ് സൗദിയിൽ തന്നെ ഏതോ ഹോസ്പിറ്റലിൽ അവർ ലേസറൊക്കെ ചെയ്തിട്ട് എന്നിട്ട് പിന്നെയും തിരിച്ച് ആ വെയിൻസ് വന്നു എന്നും പറഞ്ഞൊരു കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്കതിന് വലിയ വെയിൻസ് ഒന്നും ട്രീറ്റ് ചെയ്യാനില്ലായിരുന്നു, ഓൾറെഡി അവർ ലേസറൊക്കെ ചെയ്തുകൊണ്ട് ചെറിയ വെസൽസും ചെറിയ ഡയലേറ്റഡ് വെയിൻസും ഉള്ളായിരുന്നു. അപ്പോൾ അത് നമ്മൾ സ്ക്ലീറോതെറാപ്പി ഇഞ്ചക്ഷനിലൂടെ ആ വെയിൻസിനെ കളയുകയായിരുന്നു. അങ്ങനെ ഒരു 3-4 പ്രൊസീജിയർ അദ്ദേഹത്തിന് നമ്മളിപ്പം ചെയ്തതാണ്. അദ്ദേഹം കംഫർട്ടബിളാണ്. ഒരു 3 ദിവസം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടി വന്നു എന്നുള്ളതേ ഉള്ളൂ, ബാക്കി അതർവൈസ് ഹീസ് കംഫർട്ടബിൾ. ഇന്നിപ്പോൾ ഡിസ്ചാർജ് ആകുമ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് നമ്മളിപ്പോൾ കേട്ടത്. നന്ദി.